പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ നിത്യം കാത്തു പരിപാലിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാലിത്തൊഴുത്തിൽ കന്യകയിൽ നിന്ന് പിറന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്ത പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവരൂപം മാറ്റിവെച്ച് മനുഷ്യരൂപം ധരിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സന്തോഷത്തിന്റെ സദ്വാർത്തയായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സകല ജനത്തിന്റെയും രക്ഷകനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 2, 8 മുതലുള്ള തിരുവചനങ്ങൾ. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. നമുക്കൊരുമിച്ച് പറയാം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. കരങ്ങളുയർത്തി വീശിക്കൊണ്ട് ഒരു പ്രാവശ്യം കൂടി പറയാം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രിസ്മസിന്റെ സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ണിയേശു ഹൃദയത്തിൽ പിറന്നതിന്റെ സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. കുടുംബത്തിൽ പിറന്നതിന്റെ സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചോ? നല്ല രീതിയിൽ ആഘോഷിച്ചു. അതിന്റെ ഒരു സന്തോഷം കാണുന്നില്ലല്ലോ. ആഘോഷിച്ചോ? ക്രിസ്മസ് ആഘോഷിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. ഉണ്ണിയേശുവിന്റെ ജനനം സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്, സന്തോഷിക്കുവാനുള്ള ദിവസമാണ്. ഒരു ക്രിസ്മസിനെ പറ്റി ഒരു മനോഹരമായ കഥ ഇങ്ങനെയാണ്. പണ്ട് ഒരിടത്ത് ഒരു മലമുകളിൽ അമ്പരചുംബിയായ ഒരു ദൈവാലയമുണ്ടായിരുന്നു. ഒട്ടേറെ തീർത്ഥാടകരെയും സന്ദർശകരെയും നിത്യവും ആകർഷിച്ചിരുന്ന മനോഹരമായ ഒരു ദൈവാലയമായിരുന്നു അത്. ഈ ദേവാലയത്തിന്റെ പിൻഭാഗത്തായി അതിനോട് ചേർന്ന് ഒരു മണിഗോപുരമുണ്ടായിരുന്നു. ഈ മണിഗോപുരത്തെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. ചില പ്രത്യേക അവസരത്തിൽ ഈ ഗോപുരത്തിലെ മണികളെല്ലാം ഒരേ ശ്രുതിയിൽ നാദം മുഴയ്ക്കുമത്രേ.
ലോകത്തിൽ മറ്റൊരിടത്തും കേൾക്കാത്ത വിധം അത്ര വിശേഷമാണ് ഈ മണികളുടെ നാദം. കാരണം മാലാഖമാരാണ് ഈ മണികൾ മുഴക്കുന്നത്. ഈ മണികളൊക്കെ അടിക്കുന്നത് മാലാഖമാരാണ്. പ്രിയപ്പെട്ടവരെ, ഈ മണികളെക്കുറിച്ചുള്ള ഈ ഐതിഹ്യം വളരെ പ്രബലമായിരുന്നുവെങ്കിലും ഈ മണികൾ അടിച്ചു കേട്ടവർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിലും ക്രിസ്മസ് ദിവസം ഉണ്ണിയേശുവിന് ഏറ്റവും പ്രീതികരമായ കാഴ്ചവസ്തു ലഭിക്കുന്ന അവസരത്തിൽ ഈ മണികളൊക്കെ സ്വയം മുഴങ്ങുമെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. നല്ല മനസ്സോടെ അർപ്പിക്കുന്ന കാഴ്ചകളാണ് ഉണ്ണീശോയ്ക്ക് ഏറ്റവും പ്രീതികരമായിട്ടുള്ളതെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്മസ് രാത്രിയിൽ എല്ലാവരും പാതിരാ കുർബാനയ്ക്ക് വേണ്ടി ദേവാലയത്തിലേക്ക് പോകുകയാണ്. അങ്ങനെ എല്ലാവരും ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുന്നു. ഭക്തിനിർഭരമായ കുർബാന, അർത്ഥപൂർണമായ വചനപ്രഘോഷണം, ഭക്തി ഇരട്ടിപ്പിക്കുന്ന ഗാനാലാപം, അതുപോലെ തന്നെ പുത്തൻ വസ്ത്രങ്ങളുടെ പുതുമണം, ഇതെല്ലാം ആ ദേവാലയത്തിൽ നിറഞ്ഞു നിന്നു. ഏവരെയും അതിശയിപ്പിക്കുന്ന പുൽക്കൂടും അതിലെ പൊന്നുണ്ണിയും ദീപാലങ്കാരങ്ങളാൽ പ്രഭാപൂരിതമായ ആ ദേവാലയവും പരിസരവും ഒക്കെ ഒന്നിനും ഒരു കുറവും വരുത്തിയില്ല. അങ്ങനെ കുർബാന കഴിഞ്ഞ് എല്ലാവരും ഉണ്ണീശോയ്ക്ക് കാഴ്ചകൾ അർപ്പിക്കുവാനായിട്ട് തിക്കും തിരക്കും കൂട്ടുകയാണ്. ആ രാജ്യത്തെ രാജാവും രാജകുടുംബവും രാജപരിവാരങ്ങളും മറ്റു വിശിഷ്ടാതിഥികളുമൊക്കെ ആ ദേവാലയത്തിൽ സന്നിഹിതരായിരുന്നു. കുർബാന കഴിഞ്ഞ് സമ്മാനങ്ങൾ നൽകേണ്ട സമയമായപ്പോൾ രാജാവ് തന്റെ സ്വന്തം കിരീടം, സ്വർണവും വിലയേറിയ രത്നങ്ങളുമൊക്കെ പതിപ്പിച്ചിട്ടുള്ള ആ വിലപ്പെട്ട കിരീടം ഉണ്ണിയേശുവിന്റെ കാൽപാദത്തിൽ സമർപ്പിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഇപ്പോൾ മണികളെല്ലാം മുഴങ്ങും. പക്ഷേ മണികൾ മുഴങ്ങിയില്ല. ഒന്നിനു പിറകെ മറ്റോരോരുത്തരായി വന്ന് പലരും നേർച്ച കാഴ്ചകളൊക്കെ സമർപ്പിച്ചു. പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ വന്ന് വലിയ വലിയ സമ്മാനങ്ങളൊക്കെ അവിടെ അർപ്പിച്ചു. ആ രാജ്ഞി തന്റെ കഴുത്തിൽ കിടന്നിരുന്ന ആ ഗോൾഡൻ നെക്ലസ് ഉണ്ണിയേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു, ആ പുൽക്കൂട്ടിൽ സമർപ്പിച്ചു. അതുപോലെ രാജകുടുംബാംഗങ്ങൾ മൂല്യമേറിയ സമ്മാനങ്ങളൊക്കെ നൽകി. വിശിഷ്ടാതിഥികൾ വിലപ്പെട്ട പലതുമൊക്കെ അവിടെ സമർപ്പിച്ചിട്ടും ഈ മണികൾ മുഴങ്ങിയില്ല. പതിവ് പോലെ മണിനാദം കേൾക്കാത്തതിന്റെ നിരാശയോടെ എല്ലാവരും ദേവാലയം വിട്ട് പുറത്തേക്കിറങ്ങുമ്പോൾ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ആ മണിഗോപുരത്തിലെ മണികളെല്ലാം ഒരേ ശ്രുതിയിൽ മണിനാദം മുഴക്കാൻ തുടങ്ങി. പിരിഞ്ഞുപോയവരെല്ലാം അൾത്താരയിൽ സജ്ജമാക്കിയിരിക്കുന്ന ക്രിബിലേക്ക് നോക്കി, പുൽക്കൂടിലേക്ക് എല്ലാവരും എത്തി നോക്കുകയാണ്. ഈ മണികളെല്ലാം ഒരേ നാദത്തിൽ മുഴങ്ങുവാൻ തക്ക വിശേഷപ്പെട്ട സമ്മാനം ഉണ്ണീശോയ്ക്ക് ആരാണ് നൽകിയതെന്ന് അറിയുവാനും നൽകിയ സമ്മാനം എന്താണെന്ന് അറിയുന്നതിനും വേണ്ടിയിട്ട് എല്ലാവരും പുൽക്കൂടിന്റെ അടുത്തേക്ക് ഓടിയണയുകയാണ്. പുൽക്കൂടിനരികിൽ പേടിച്ചു വിറച്ചു നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയെയാണ്, ഒരു ബാലനെയാണ് അവർ കണ്ടത്. അവൻ നൽകിയ സമ്മാനമാകട്ടെ ഒരു ചെറിയ നാണയത്തുട്ടായിരുന്നു. ഒരു വിധവയുടെ ചില്ലുകാശ് പോലെ ഒരു ചെറിയ നാണയത്തുട്ടാണ് അവൻ നൽകിയത്. അവൻ പറഞ്ഞു, ഞാനീ സമർപ്പിച്ച നാണയത്തുട്ട് എന്റേതല്ല, എന്റെ സഹോദരൻ പേദ്രോയുടേതാണത്. അവൻ മുഴുവൻ കഥ വിവരിക്കുവാൻ തുടങ്ങി. അവന്റെ കഥ അവർക്ക് സന്തോഷത്തിന്റെ ഒരു സദ്വാർത്തയായിരുന്നു. പേദ്രോ രക്ഷകനായതിന്റെ ഒരു സദ്വാർത്തയായിരുന്നു. ആ കഥ ഇങ്ങനെയാണ്. പാതിരാ കുർബാനയ്ക്ക് പേദ്രോയും അവന്റെ സഹോദരനും ദേവാലയത്തിലേക്ക് പോകുന്ന സമയത്ത് ബോധരഹിതയായി വഴിയിൽ കിടക്കുന്ന ഒരു സ്ത്രീയെ അവർ കണ്ടുമുട്ടുകയാണ്.
സഹായത്തിന് ആരുമില്ല. എല്ലാവരും ദേവാലയത്തിലേക്ക് പോയിരുന്നു. പേദ്രോയാകട്ടെ തന്റെ കുഞ്ഞനുജനെ ദേവാലയത്തിലേക്ക് അയച്ചുകൊണ്ട് അവൻ പറയുകയാണ്, നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഈ സ്ത്രീയെ ശുശ്രൂഷിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ദേവാലയത്തിൽ ഒരു ക്രിസ്മസ് ദിവ്യബലി പാതിരാ കുർബാന കൂടുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതിനാൽ ഞാനിവിടെ നിന്നുകൊള്ളാം, നീ ദേവാലയത്തിലേക്ക് പോകുക. നീ ദിവ്യബലി അർപ്പിക്കുമ്പോൾ എനിക്ക് വേണ്ടി കൂടി നീ ദിവ്യബലി അർപ്പിക്കുക. നീ പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് വേണ്ടി കൂടി ആ ഉണ്ണിയേശുവിന്റെ വചന സന്ദേശം നീ കേൾക്കുക. അതുപോലെ എനിക്ക് വേണ്ടി കൂടി നീ നേർച്ചയിടുക എന്ന് പറഞ്ഞിട്ട് പേദ്രോ നൽകിയതായിരുന്നു ആ ചെമ്പുതുട്ടുകൾ. പ്രിയപ്പെട്ടവരെ, വഴിയരികിൽ തണുത്തു വിറച്ച് മരവിച്ചു കിടന്ന സ്ത്രീയെ സഹായിച്ച ആ കാരുണ്യ പ്രവൃത്തിയാണ് ആ ക്രിസ്മസ് രാത്രിയിൽ യേശുവിന് ലഭിച്ച ഏറ്റവും പ്രീതികരമായ സമ്മാനം. തന്മൂലമാണ് പേദ്രോയുടെ ആ നാണയത്തൊട്ട് അൾത്താരയിൽ ആ പുൽക്കൂട്ടിൽ കാഴ്ചയായി വീണപ്പോൾ ആ മണികളെല്ലാം ഒരേ നാദത്തിൽ മുഴങ്ങിയത്. റേമണ്ട് ആൾഡൻ എന്ന അമേരിക്കൻ സാഹിത്യകാരന്റെ ഭാവനാ സൃഷ്ടിയായ ഈ കഥ പ്രിയപ്പെട്ടവരെ ക്രിസ്മസിന്റെ യഥാർത്ഥ ചൈതന്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ദൈവത്തിനു വേണ്ടത് നമ്മുടെ വസ്തുക്കളെ അല്ല, നമുക്കുള്ളതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നല്ല പ്രവർത്തികളെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നല്ല മനസ്സാണ് ദൈവത്തിന് പ്രീതികരമായിട്ട് തീരുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളുമാണ് ദൈവത്തിന്റെ മുമ്പിൽ മൂല്യം കൂട്ടിയിടുന്നത്. അല്ലാതെ നമ്മൾ സമ്മാനിക്കുന്ന വിലപ്പെട്ട വസ്തുക്കളൊന്നുമല്ല ദൈവത്തിന്റെ ത്രാസിൽ കനം തൂങ്ങുവാനായിട്ട് കാരണമാകുന്നത്. നമ്മളൊരു പാട്ട് കേട്ടിട്ടില്ലേ, മർത്യർക്ക് ചെയ്യുന്ന സേവനം ഓരോന്നും കൃത്യമായി ദൈവം കുറിച്ചു വയ്ക്കും. പ്രിയപ്പെട്ടവരെ, പേദ്രോയുടെ ആ രക്ഷിക്കുന്ന നല്ല പ്രവൃത്തിയാണ് ഉണ്ണീശോയ്ക്ക് പ്രീതികരമായ വിധത്തിൽ, ഉണ്ണീശോയ്ക്ക് അർത്ഥവത്തായ രീതിയിൽ പ്രസാദിക്കുന്ന രീതിയിൽ ഒരു പ്രിയപ്പെട്ട കാഴ്ച വസ്തുവായി മാറിയത്. പ്രിയപ്പെട്ടവരെ, നല്ല പ്രവർത്തികൾ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല മനസ്സുണ്ടാകണം. നല്ല മനസ്സിൽ നിന്ന് മാത്രമേ നല്ല പ്രവർത്തികളൊക്കെ വരികയുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് നക്ഷത്രങ്ങൾ മാത്രം തെളിഞ്ഞു നിന്ന ഒരു തണുപ്പുള്ള രാത്രിയിൽ എല്ലാവരും, ലോകം മുഴുവൻ മയക്കത്തിലായിരുന്നപ്പോൾ, ഉറക്കത്തിലായിരുന്നപ്പോൾ വാനവദൂതന്മാർ ഭൗമാന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആദ്യത്തെ ക്രിസ്മസ് സന്ദേശം അറിയിച്ചു. എന്തായിരുന്നു ആ ബ്രേക്കിംഗ് ന്യൂസ്? പ്രിയപ്പെട്ടവരെ, ആ ബ്രേക്കിംഗ് ന്യൂസ് ഒരു വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ഉം 11-ഉം തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വെറുമൊരു സന്തോഷത്തിന്റെ വാർത്തയല്ല. തിരുവചനം പറയുന്നത് വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയെന്ന്. ഒപ്പം സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഒരുമിച്ച് പറയാം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, ഈ ആദ്യത്തെ ക്രിസ്മസ് സന്ദേശം ലഭിച്ചത് ഇടയന്മാർക്കായിരുന്നു. സന്ദേശം കേട്ട അവർ അവിടെ തന്നെ പുതച്ചു മൂടിക്കിടന്നില്ല. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബത്ലഹേമിലേക്ക് പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാം.
അങ്ങനെ കാണുകയും കേൾക്കുകയും അനുഭവിച്ചറിയുകയും ചെയ്ത അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് അവർ തിരിച്ചുപോയി. ഇടയന്മാരെ പോലെ നമുക്കും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ. കരങ്ങളുയർത്തി വീശിക്കൊണ്ട് പറയാ, ഹല്ലേലൂയ. ക്രിസ്തു ജനിച്ചതിന് സന്തോഷത്തോടെ പറയാ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടിയാണ് ജനിച്ചത് എന്നുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത സ്വീകരിച്ചുകൊണ്ട് പറയാം. പ്രിയപ്പെട്ടവരെ, സന്മനസ്സുള്ളവർക്കാണ് സമാധാനം എന്ന ഈ ആശംസയുടെ പൊരുളെന്താണ്? ദൈവകൃപ ലഭിച്ചവർ ആർക്കാണ്? സന്മനസ്സുള്ളവർക്കാണ്. നല്ല മനസ്സുള്ളവരായി നമ്മൾ മാറുക എന്നതാണ്, നല്ല പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ദൈവത്തിന്റെ ഏറ്റവും വലിയ നന്മ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് ഒരു രക്ഷകനായിട്ട് അയച്ചു. ദൈവത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ ഒരു നന്മയുടെ പ്രവൃത്തിയാണത്. അതൊരു സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ തക്ക ഒരു രക്ഷകനായിട്ട് നൽകുവാൻ തക്ക ഹൃദയത്തിന് വിശാലതയുണ്ടായിരുന്നു ദൈവത്തിന്. അതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. രക്ഷകനായിട്ട് നൽകാൻ, ഒരു പരിഹാര ബലിയായിട്ട് മാറാൻ, വേദനയും സഹനങ്ങളുമൊക്കെ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം ഏറ്റവും വിലപ്പെട്ടതാണ് നമുക്ക് നൽകിയത്. അല്ലാതെ ആർക്കും വേണ്ടാത്തതല്ല നൽകിയത്. വില കുറഞ്ഞതിനെയല്ല ദൈവം നൽകിയത്. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ പുത്രനെ രക്ഷകനായിട്ട് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടുന്ന് നൽകി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിന് കാരണമെന്ന് പറയുന്നത് ദൈവത്തിന്റെ അനന്തമായ സ്നേഹമാണ്. ദൈവത്തിന്റെ അളവില്ലാത്ത സ്നേഹമാണ് അതിന് കാരണം. നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ, നമുക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് വചനം പറയുന്നത്. യോഹന്നാൻ 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ളവർക്ക് മാത്രമേ നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ, നല്ലത് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ളവർക്കാണ് മടി കൂടാതെ നൽകുവാനായിട്ട് സാധിക്കുന്നത്. ഉള്ളിൽ സ്നേഹമുള്ളവർക്കാണ് വ്യവസ്ഥകൾ കൂടാതെ നൽകുവാനായിട്ട് സാധിക്കുന്നത്. ആനന്ദത്തോടെ സന്തോഷത്തോടെ നൽകുവാനായിട്ട് സാധിക്കുന്നത്. അളവില്ലാതെ മുഖം നോക്കാതെ നൽകുവാനായിട്ട് സാധിക്കുന്നത്. ഇഷ്ടമില്ലാത്തവർക്ക് എങ്ങനെയാ നമ്മൾ കൊടുക്കുന്നത്? ഏറ്റവും വില കുറഞ്ഞത് കൊടുക്കും, അല്ലേ? ആർക്കും വേണ്ടാത്തത്. അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നല്ല മനസ്സിന്റെ ഉടമകളാണെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നല്ലത് നൽകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. മക്കൾക്ക് എന്തുകൊണ്ടാണ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്? നല്ല വസ്തുക്കൾ വാങ്ങിക്കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? നല്ല മനസ്സുള്ളത് കൊണ്ടാണ്. ദൈവം തന്റെ പ്രിയപ്പെട്ട പുത്രനെ നൽകുന്നതിലൂടെ തന്റെ ഹൃദയമാണ് മറിച്ചു നൽകിയത്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 17-ാം തിരുവചനം, ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. അപ്പൊ ദൈവം നൽകുന്നത് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളതാണ്, ഉന്നതമായിട്ടുള്ളതാണ് ദൈവം നൽകുന്നത്, പൂർണ്ണമായിട്ടുള്ളതാണ് ദൈവം നൽകുന്നത്, വിലയുള്ളതാണ്, വിലപ്പെട്ടതാണ് ദൈവം നൽകുന്നത്, ദൈവത്തിന് വേണ്ടപ്പെട്ടതാണ് ദൈവം നൽകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ കായന്റെ ബലിയെക്കുറിച്ച് നമുക്കറിയാം. എപ്രകാരമാണ് ദൈവത്തിന് കൊടുത്തതിന്റെ ചരിത്രം അവിടെ വിവരിക്കുന്നുണ്ട്. നല്ലത് കൊടുക്കുവാനായിട്ടുള്ള മനസ്സില്ലായിരുന്നു.
നല്ല രീതിയിൽ കൊടുക്കുവാനായിട്ടുള്ള ഹൃദയവിശാലതയില്ലായിരുന്നു. ആനന്ദത്തോടെ കൊടുക്കുവാനായിട്ടുള്ള മനസ്സില്ലായിരുന്നു. ഉചിതമായ രീതിയിൽ ദൈവത്തിന് സമർപ്പിക്കുവാനുള്ള മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് ദൈവം അവനൊരു താക്കീത് നൽകുന്നുണ്ട്. നല്ലതു ചെയ്യുന്നില്ല എങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. നല്ലതു ചെയ്യുന്നില്ല എങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. നമുക്കറിയാം പിന്നീട് എന്താണ് സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ നൽകുന്നതിനെ കുറിച്ച് കൊരിന്തോസുകാർക്കുള്ള ലേഖനം 2-ാം അധ്യായം 2 കൊരിന്തോസ് 9-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ആരെയാണ് ദൈവം സ്നേഹിക്കുന്നത്? സന്തോഷപൂർവ്വം നൽകുന്നവരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പറയാം, സന്തോഷപൂർവ്വം നൽകുന്നവരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. സന്തോഷപൂർവ്വം നൽകുന്നവരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. സ്വന്തം തീരുമാനമനുസരിച്ച് നൽകുന്നവരെ, വൈമനസ്യം കൂടാതെ നൽകുന്നവരെയാണ്, നിർബന്ധമൂലമല്ല സ്വന്തം ഇഷ്ടപ്രകാരം നല്ല മനസ്സോടെ നൽകുന്നവരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. 1 കൊരിന്തോസ് 16-ാം അധ്യായം 14-ാം തിരുവചനം, നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കും. നിങ്ങൾ എന്ത് ചെയ്താലും, എന്ത് പ്രവൃത്തി ചെയ്താലും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. ഹല്ലേലൂയ. ഹെബ്രായർക്കുള്ള ലേഖനം 10-ാം അധ്യായം 24-ാം തിരുവചനം, സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. സ്നേഹത്തോടെ ജീവിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പ്രളയകാലത്തൊരു പയ്യൻ തനിക്ക് സൈക്കിൾ വാങ്ങാൻ സ്വരുക്കൂട്ടിയ പൈസ മുഴുവൻ ദുരിതാശ്വാസ ക്യാമ്പിന് നൽകിയത്, സന്തോഷത്തോടെ നൽകിയത് വാർത്തകളിലൊക്കെ ഇടം പിടിച്ച ഒരു സംഭവമായിരുന്നു. തനിക്ക് വിലപ്പെട്ട ആ പണം മുഴുവൻ യാതൊരു മടിയും കൂടാതെ താൻ ഇത്രയും നാൾ സ്വരുക്കൂട്ടിയ, തന്റെ ഒരു സ്വപ്നത്തിന് വേണ്ടി താൻ സ്വരുക്കൂട്ടിയ ആ പണം മുഴുവൻ യാതൊരു മടിയും കൂടാതെ സന്തോഷത്തോട് നൽകിയ അവന്റെ നല്ല പ്രവൃത്തിയെ അംഗീകരിച്ച് അഭിനന്ദിച്ച് സൈക്കിൾ കമ്പനി അവനൊരു സൈക്കിൾ വാങ്ങി സമ്മാനിച്ചത് പത്രത്തിൽ നമ്മളൊക്കെ വായിച്ചതാണ്. മനസ്സിന് വലിപ്പമുണ്ടായിരുന്ന ഒരു പയ്യനായിരുന്നു അവൻ. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ദൈവം മനുഷ്യകുലത്തോട് കാണിച്ച ഏറ്റവും വലിയ സന്മനസ്സിന്റെ അനുസ്മരണമാണ്. അല്ലാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ളതല്ല ക്രിസ്മസ് എന്ന് പറയുന്നത്, അല്ലേ? 10-25 ദിവസം നോമ്പെടുത്തിട്ട് അവസാന ദിവസം നോമ്പിന്റെ കടം വീടുന്നതല്ല ക്രിസ്മസ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ നല്ല മനസ്സിന്റെ ഉടമകളായി മാറുക. ദൈവം അതാണ് ചെയ്തത്. ക്രിസ്മസിന്റെ വലിയ സന്ദേശം എന്ന് പറയുന്നത് അതാണ്. ദൈവം തന്റെ നല്ല മനസ്സ് പ്രകടിപ്പിച്ചു, തന്റെ പുത്രനെ നമുക്ക് ഈ ലോകത്തിലേക്ക് അയച്ചു. മറ്റൊരാൾക്ക് പ്രതിഫലേച്ഛയില്ലാതെ എന്തെങ്കിലും നൽകാൻ ഒരുവൻ തയ്യാറാകുമ്പോൾ, നല്ല മനസ്സോടെ നൽകുവാനായിട്ട് തയ്യാറാകുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ക്രിസ്മസ് സംഭവിക്കുകയാണ്. കാരണം അവർക്കുള്ളത് ക്രിസ്തു മനസ്സാണ്. ക്രിസ്തു മനസ്സുള്ളവരിലൂടെ എന്നും രക്ഷകൻ പുനർജനിച്ചുകൊണ്ടിരിക്കും. ഈ നല്ല മനസ്സുണ്ടോ? നല്ല മനസ്സെന്ന് പറയുന്നത് ക്രിസ്തു മനസ്സാണ്. ഹല്ലേലൂയ. ഒരുമിച്ച് വിളിക്കാം, ഈശോയേ. സന്തോഷത്തോടെ വിളിക്കാം, ഈശോയേ. സന്മനസ്സോടെ വിളിക്കാം, ഈശോയേ. ഹൃദയം തുറന്ന് വിളിക്കാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിജയിക്കാമായിരുന്നിട്ടും തോറ്റുകൊടുക്കുന്നതും സ്വന്തം മഹിമ മറന്ന് ചെറുതാകാൻ ശ്രമിക്കുന്നതുമൊക്കെ നല്ല മനസ്സു തന്നെയാ.
താനാണ് വലിയവനെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളൊക്കെ ഇന്നെല്ലാം നമ്മുടെ പ്രവർത്തികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത്. ആരും ചെറുതാകാനായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. ചെറുതാകാൻ ഇഷ്ടമാണോ? ആർക്കും ഇഷ്ടമല്ല. നമ്മൾ പറയാറില്ലേ, എന്നെ അങ്ങനെ ആരും കൊച്ചാക്കണ്ട, അല്ലെ, ഞാനങ്ങനെ ചെറുതാകാൻ പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആരും ചെറുതാകാൻ തയ്യാറാകാഞ്ഞത് കൊണ്ടാണ് വലിയവനായ ദൈവം ക്രിസ്തു ചെറിയവനായിട്ട് അവതരിച്ചത്. ആരെങ്കിലുമൊക്കെ ചെറുതാകണം. മറ്റുള്ളവരെ ചെറുതാക്കാൻ ശ്രമിക്കുന്നവർക്കല്ല, വലുതായിരുന്നിട്ടും ചെറുതാകുന്നവർക്കാണ് സന്മനസ്സുള്ളത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാവണം അവിടുന്ന് ഒരു ശിശുവായിട്ട് പുൽക്കൂട്ടിൽ ജനിച്ചത്, പുൽക്കൂട്ടിൽ അവതരിച്ചത്. തന്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ഈ നല്ല മനസ്സാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഈ നല്ല മനസ്സാണ് നമുക്ക് ഉണ്ണീശോയെ ലഭിക്കുവാനായിട്ട് കാരണമായി മാറിയത്. ദൈവത്തിന്റെ വിലപ്പെട്ട സമ്മാനമാണ് ദൈവം ഇതിലൂടെ നമുക്ക് നൽകിയത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ, കൊടുക്കുന്നത് മാത്രമല്ല നല്ല മനസ്സെന്ന് പറയുന്നത്, സ്വീകരിക്കുന്നത് നല്ല മനസ്സ് തന്നെയാ. പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം നൽകിയ പുത്രനെ സ്വീകരിക്കുവാനായിട്ടുള്ള നല്ല മനസ്സുണ്ടായിരുന്നു. മാതാവിന്റെ മനസ്സെന്ന് പറയുന്നത് സ്വീകരിക്കാനായിട്ടുള്ള വലിയ മനസ്സായിരുന്നു. ദൈവീക പദ്ധതിയോട് സഹകരിച്ച വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ. ഒന്നിനും ഒരു മറുചോദ്യമില്ലായിരുന്നു. ഉത്തരം കിട്ടാത്ത പലതുമൊക്കെ ഉണ്ടായിരുന്നിട്ടും അതിനൊരു മറുചോദ്യം ചോദിക്കാതെ, വിശദീകരണം ചോദിക്കാതെ ദൈവീക പദ്ധതിയോട് സഹകരിച്ചവളായിരുന്നു പരിശുദ്ധ അമ്മ. തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി രണ്ടു കരങ്ങളും നീട്ടി സ്വീകരിക്കുന്നതിന് മറിയം തയ്യാറായിരുന്നു. രക്ഷകന്റെ അമ്മയാകുവാനുള്ള ദൈവീക പദ്ധതി മറിയം മടികൂടാതെ ആനന്ദത്തോടെ സ്വീകരിച്ചു. ദൈവത്തിന്റെ ഇഷ്ടത്തോട് ചേർന്ന് നിൽക്കുവാനും വചനത്തെ മാംസം ധരിപ്പിച്ച് ദൈവപുത്രന് ജന്മം നൽകുവാനുമുള്ള നല്ല മനസ്സാർക്കുണ്ടായിരുന്നു? മറിയത്തിനുണ്ടായിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ചോദിച്ചോട്ടെ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി സ്വീകരിക്കുവാനായിട്ടുള്ള മനസ്സുണ്ടോ? ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അത് സ്വീകരിക്കുവാനായിട്ടുള്ള നല്ല മനസ്സുണ്ടോ? നമുക്ക് മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെ നല്ല മനസ്സുണ്ട്, അല്ലെ? അതാരും പറഞ്ഞു കൊടുക്കാണ്ട് നമുക്ക് ചെയ്യും. നല്ല മനസ്സുണ്ടായിരുന്നു, ഭയങ്കര താല്പര്യം. പ്രിയപ്പെട്ടവരെ, ദൈവിക കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് നമ്മുടെ മനസ്സ് പലപ്പോഴും ഇടിഞ്ഞു പോകുന്നത്, മനസ്സ് ചുരുങ്ങിപ്പോകുന്നത്. എലിസബത്തിനെ മറിയം സന്ദർശിക്കുന്ന സംഭവം നമുക്കറിയാം. തന്റെ ഭവനത്തിലെത്തിയ മറിയത്തെ സ്വീകരിക്കുവാനായിട്ടുള്ള മനസ്സാർക്കുണ്ടായിരുന്നു? എലിസബത്തിനുണ്ടായിരുന്നു. നിങ്ങളുടെ ഭവനത്തിലേക്ക് ആരെങ്കിലും കയറി വന്ന് എങ്ങനെയാ സ്വീകരിക്കുന്നത്? സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വലിഞ്ഞു കയറി വന്നിരിക്കുന്നത്. അവർക്ക് വേറെ സമയമൊന്നുമില്ല എന്ന് ചോദിക്കും, അല്ലേ? ഈ മറിയത്തെ സ്വീകരിക്കുവാനായിട്ടുള്ള നല്ല മനസ്സാർക്കുണ്ടായിരുന്നു? എലിസബത്തിനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ പാഠങ്ങളാ. എങ്ങനെ മറ്റുള്ളവരെ സ്വീകരിക്കണമെന്നുള്ളൊരു പാഠമാണ്. അതുപോലെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ടുള്ള മനസ്സുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറിച്ച് എലിസബത്ത് പറഞ്ഞ നല്ല വാക്കുകൾ സ്വീകരിക്കുവാനായിട്ട് മറിയത്തിന് നല്ല മനസ്സുണ്ടായിരുന്നു. സ്വീകരിക്കുവാനായിട്ട് നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്വീകരിക്കാനായിട്ട് മനസ്സുണ്ടായിരുന്നു. അതുപോലെ പരസ്പരം സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനുമുള്ള നല്ല മനസ്സ് അവർക്ക് ഇരുവർക്കും ഉണ്ടായിരുന്നു, പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുവാനായിട്ട്. പ്രിയപ്പെട്ട ഭാര്യമാരെ, നിങ്ങൾ എന്ത് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്താലും
എല്ലാത്തിലും കുറവുകൾ മാത്രം കണ്ടുപിടിക്കുന്ന, എത്ര നല്ല ഭക്ഷണം വെച്ചു വിളമ്പിയാലും അതിനൊക്കെ കുറ്റവും കുറവും കണ്ടുപിടിക്കുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാരെ സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു തുറന്ന മനസ്സ്, ഒരു വിശാലമായ മനസ്സ് നിങ്ങൾക്കുണ്ടോ? അതുപോലെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ അവരുടെ കുറവുകളോടുകൂടെ സ്വീകരിക്കുവാനായിട്ടുള്ള നല്ല മനസ്സിന്റെ ഒരുടമയായി നിങ്ങൾ മാറിയിട്ടുണ്ടോ? പരസ്പരം സ്വീകരിക്കുവാനായിട്ടുള്ള, അംഗീകരിക്കുവാനായിട്ടുള്ള നല്ല മനസ്സുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എന്തുണ്ടാകും? ദൈവദൂതൻ പറഞ്ഞത് അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ മഹത്വം, ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനമുണ്ടാകും. നല്ല മനസ്സുണ്ടെങ്കിൽ സമാധാനമുണ്ടാവും, സന്തോഷമുണ്ടാകും. പരസ്പരം സ്വീകരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അവിടെ സന്തോഷമുണ്ടാകും. ആ ഭവനം നന്മയുടെ ഈറ്റില്ലമായിട്ട് മാറും. ഹല്ലേലൂയ. നമ്മളൊക്കെ ക്രിസ്മസ് ഫണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്നത് അല്ലെ? അങ്ങനൊരു സമ്പ്രദായമൊക്കെ ഇല്ലേ? ഉണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ, ഞാൻ 100 രൂപയുടെ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ 10 രൂപയുടെ ഗിഫ്റ്റാണ്. പരാതി പറയാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിന്റെ സന്ദേശം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന ആ ഒരു സമ്മാനം, ദൈവം നൽകിയ സമ്മാനം സന്തോഷത്തോടെ സ്വീകരിക്കുക. അതിന്റെ ആ മനസ്സിന്റെ വലിപ്പമാണ്. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വസ്തുവിന്റെ വലിപ്പമാണ്. അത് നാളെ ചിലപ്പോൾ പൊടിഞ്ഞു പോകാം, അല്ലെങ്കിൽ നശിച്ചു പോയേക്കാം. പക്ഷെ നമ്മുടെ ആ ഒരു നല്ല മനസ്സുണ്ടല്ലോ, അതൊരിക്കലും നശിക്കില്ല. ആ നല്ല മനസ്സിന്റെ വലിപ്പമാണ് സമ്മാനങ്ങൾക്ക് വിലയിടുന്നത്. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളല്ല. എത്ര സ്വർണ്ണമാല കൊടുത്താലും ആരെങ്കിലും പൊട്ടിച്ചോണ്ട് പോകുമ്പോ തീരും, അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പറഞ്ഞു വരുന്നത്, വില കുറഞ്ഞ സാധനം നൽകിയതിന്റെ പേരിൽ പരാതിയും പരിഭവവും ഒക്കെ പറയുന്നവരുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, തിരുക്കുടുംബത്തിന്റെ നായകനായ വിശുദ്ധ ഔസേപ്പ് പിതാവിന് ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുവാനുള്ള നല്ല മനസ്സുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ദൈവഹിതമുണ്ടല്ലേ? ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ഔസേപ്പ് പിതാവ് നമുക്ക് നൽകുന്ന പാഠം ഇതാണ്. മറിയത്തെ ഭാര്യയായിട്ട് സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനുമുള്ള ഒരു നല്ല മനസ്സുണ്ടായിരുന്നു. ഔസേപ്പ് പിതാവിനേക്കാളും ഒരു ഉയർന്ന നിയോഗം ലഭിച്ചതാർക്കാണ്? പരിശുദ്ധ അമ്മയ്ക്കാണല്ലേ ഒരു ഉയർന്ന നിയോഗം ഉണ്ടായി. ആ മറിയത്തെ അവൾ ആയിരിക്കുന്നത് പോലെ അംഗീകരിക്കുവാനായിട്ട് ഔസേപ്പ് പിതാവിന് നല്ല മനസ്സുണ്ടായിരുന്നു. മറിയം തന്നേക്കാൾ വലിയവളാണെന്നും അവളുടെ മുമ്പിൽ താൻ ചെറുതാണെന്നുമുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആർക്കില്ലായിരുന്നു? ഔസേപ്പ് പിതാവിനില്ലായിരുന്നു. പക്ഷെ നമുക്കുണ്ട്, ഇല്ലേ? നമുക്കുണ്ട്. ഭാര്യയ്ക്ക് എന്നേക്കാൾ കൂടുതൽ കഴിവുണ്ട്, എന്നേക്കാൾ നല്ല ജോലിയുണ്ട്, സർക്കാർ ജോലിയുണ്ട്. എന്താണ് സർക്കാർ ജോലി? റാഫ്സൽ ചെമ്പറല്ലേ? എന്താ സർക്കാർ ജോലി? തൊഴിലുറപ്പല്ലേ? എന്റെ ഭാര്യയ്ക്ക് എന്നേക്കാൾ കൂടുതൽ സാലറി ഉണ്ട്, എന്നേക്കാൾ നല്ല ജോലിയുണ്ട്. അതുകൊണ്ട് ഭാര്യയെ അംഗീകരിക്കാൻ പറ്റാത്ത ഭർത്താക്കന്മാരുണ്ട്. അതുപോലെ ഭർത്താവിനെ അംഗീകരിക്കാൻ പറ്റാത്ത സ്ത്രീകളുമുണ്ട്. ഭർത്താവ് അത്രയും പോരാ. ഭർത്താവിന്റെ ജോലിക്കൊരു സ്റ്റാൻഡേർഡ് കുറവ്. ഒളിച്ചോടിപ്പോയതാണ്. ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചു. എന്നിട്ട് അപ്പോഴൊന്നും അറിഞ്ഞില്ല. പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള ചില കോംപ്ലക്സുകൾ ഒക്കെ ഉണ്ടാകാറ്. ഔസേപ്പ് പിതാവിന് അങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് ഒന്നുമില്ലായിരുന്നു. സ്വീകരിക്കാനായിട്ടുള്ള മനസ്സ്, ഭാര്യയെ ആയിരിക്കുന്ന വിധത്തിൽ സ്വീകരിക്കാനായിട്ടുള്ള മനസ്സുണ്ടായിരുന്നു. എല്ലാ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് നോക്കിക്കാണാനുള്ള നല്ല മനസ്സുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, കുറവുകളോടും കഴിവുകളോടും കൂടി ആയിരിക്കുന്ന പോലെ ജീവിത പങ്കാളിയെ, നമ്മുടെ മാതാപിതാക്കന്മാരെ, നമ്മുടെ മക്കളെ അംഗീകരിക്കുവാനായിട്ട്, അതുപോലെ പരസ്പരം അംഗീകരിക്കുവാൻ സാധിച്ചാൽ നിന്റെ വീട്ടിൽ എന്തുണ്ടാകും? സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടോ? അവരെ അംഗീകരിക്കുവാനുള്ള സന്മനസ്സുള്ളവരാണോ നിങ്ങൾ? ഭാര്യ ഒരഭിപ്രായം പറയുമ്പോൾ നീയൊന്നും മിണ്ടാതിരിക്കെന്നും പറഞ്ഞ് മുഖത്തടിച്ചല്ലേ? മുഖത്തടിച്ച് മറുപടി പറയുന്നതിന്റെ കാരണം എന്താണ്? നല്ല മനസ്സില്ലാത്തത് കൊണ്ടാണ്.
അഭിപ്രായം സ്വീകരിക്കാൻ, അതൊന്ന് കേൾക്കാൻ ശ്രമിക്കാനായിട്ടുള്ള നല്ല മനസ്സില്ലാത്തത് കൊണ്ട്. ഹല്ലേലൂയ. ഒരുമിച്ച് വിളിക്കാം, ഈശോയേ. ഹൃദയം തുറന്ന് വിളിക്കാം, ഈശോയേ. പൂർണ്ണ മനസ്സോടെ വിളിക്കാം, ഈശോയേ. പരസ്പരം അംഗീകരിക്കുന്ന മനസ്സോടെ വിളിക്കാം, ഈശോയേ. ദൈവിക പദ്ധതിയോട് സഹകരിക്കുന്ന മനസ്സോടെ വിളിക്കാം, ഈശോയേ. മറിയത്തെ പോലെ സ്വീകരിക്കുന്ന മനസ്സോടെ വിളിക്കാം, ഈശോയേ. യൗസേപ്പ് പിതാവിനെ പോലെ വിശാല മനസ്സോടെ വിളിക്കാം, ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് രാത്രിയിൽ ഉണ്ണീശോ പിറന്നതിന്റെ ആദ്യ സന്ദേശം ലഭിച്ചത് ആർക്കായിരുന്നു? ഇടയന്മാർക്കായിരുന്നു. ക്രിസ്മസ് സംഭവത്തിന്റെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരു കൂട്ടരാണ് ഈ ഇടയന്മാരെന്ന് പറയുന്നത്. മനുഷ്യരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ ഇടയന്മാർക്കും ഒരു പ്രത്യേക ദൗത്യമുണ്ട്. അവർ ഒരു ആരാധനാ സമൂഹമാകണമെന്നതാണ് ദൈവത്തിന്റെ അവരെ കുറിച്ചുള്ള പദ്ധതി. ദൈവദൂതന്മാരെന്താ ചെയ്തത്? ആട്ടിടയന്മാരെന്താ ചെയ്തത്? അവരാൽ പുൽത്തൊട്ടിയിൽ പുൽക്കൂട്ടിൽ ചെന്നിട്ട് ഉണ്ണിയേശുവിനെ ആരാധിച്ചു. ഒരു ആരാധനാ സമൂഹമായിട്ട് അവർ മാറുകയായി. ദൈവദൂതന്മാർ പറഞ്ഞ കാര്യങ്ങൾ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച നല്ല മനസ്സിന്റെ ഉടമയായിരുന്നു ആട്ടിടയന്മാർ. ദൈവദൂതന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുവാനായിട്ടുള്ള നല്ല മനസ്സുണ്ടായിരുന്നു. അവർ പറഞ്ഞതൊക്കെ ശ്രവിക്കുവാനായിട്ടുള്ള നല്ല മനസ്സുണ്ടായിരുന്നു. വീണ്ടും പതപ്പും പതച്ച് അവിടെ കിടക്കുകയല്ല ചെയ്തത്, അല്ലെ? പറഞ്ഞപ്പോൾ അത് ശ്രവിക്കാൻ, അത് വിശ്വസിക്കുവാൻ. അതുപോലെ ആ രാത്രിയിൽ തന്നെ ബെത്ലഹേം വരെ പോകുവാനായിട്ടുള്ള നല്ല മനസ്സുണ്ടായിരുന്നു. ഉണ്ണിയേശുവിനെ ആരാധിക്കുവാനായിട്ടുള്ള നല്ല മനസ്സുണ്ടായിരുന്നു. പാതിരാ കുർബാനക്ക് പോകണ്ട, രാവിലെയുള്ള കുർബാനക്ക് പോയാൽ മതി എന്ന് നമ്മൾ ചുരുണ്ടുകൂടി കിടന്നുണ്ട് പറയും, അല്ലെ? തലേദിവസം കിടക്കുന്നതിന് മുമ്പൊക്കെ തീരുമാനമെടുക്കും. രാത്രി അല്ലെ, പാതിര കുറച്ചു നേരം കിടന്നിട്ട് പാതിരാ കുർബാനയ്ക്ക് പോകാം എന്നൊക്കെ തീരുമാനിക്കും. കുറച്ച് ഉറക്കം പിടിച്ചു കഴിയുമ്പോൾ ഇനിയിപ്പോ രാവിലെ പോകാം. പ്രിയപ്പെട്ടവരെ, ഒരു ആരാധനാ സമൂഹം എങ്ങനെ ആയിരിക്കണമെന്നാണ് ആട്ടിടയന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ആ രാത്രിയിൽ തന്നെ ദൈവദൂതന്മാർ പറഞ്ഞ കാര്യങ്ങള് വിശ്വസിക്കുവാനും അത് നേരിട്ട് കാണുവാനും ആ ഉണ്ണിയേശുവിനെ ആരാധിക്കുവാനുമായിട്ട് അവർ അപ്പോൾ തന്നെ പുറപ്പെടുകയാണ്. ഇടയന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, തങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ എല്ലാവരോടും പറയുവാനായിട്ടുള്ള നല്ല മനസ്സുണ്ടായിരുന്നു. നല്ല കാര്യങ്ങൾ പറയാനായിട്ടുള്ള നല്ല മനസ്സ്, അല്ലെ? ഇത് നമ്മൾക്കുണ്ട്. കുറച്ച് കുറവും കുറ്റവും ഒക്കെ ഉണ്ടെങ്കിൽ ആരും പറയണ്ട, നമ്മൾ പറഞ്ഞു, നമ്മളത് പ്രഘോഷിച്ചു, അല്ലെ? ആട്ടിടയന്മാർ തങ്ങൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള നല്ല കാര്യങ്ങള് അവര് മറച്ചുവെച്ചില്ല. അവർ പ്രഘോഷിക്കുവാനായിട്ട് തങ്ങൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ, കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാനായിട്ടുള്ള ഒരു ദൗത്യം, ഒരു നല്ല മനസ്സ് അവർക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയെ ആരാധിക്കാനുള്ള ഒരു നല്ല മനസ്സ് നമുക്കുണ്ടെങ്കിൽ അത് നമ്മെ ഈശ്വരാനുഭവത്തിലേക്ക് നയിക്കും. നമ്മുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകും. നമ്മുടെ കുടുംബം സന്തോഷമുള്ള, ആനന്ദമുള്ള ഒരു കുടുംബമായിട്ട് മാറും. വീടിന്റെ അടുത്ത് പള്ളി ഉണ്ടായിരുന്നിട്ടും പള്ളിയിൽ പോകാത്തവരുണ്ട്, ഇല്ലേ? ഉണ്ട്. കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ മനസ്സില്ലാത്തവരുണ്ട്. ഇടവപ്പള്ളിയിൽ ഒരു ധ്യാനം നടക്കുമ്പോൾ പോകാനുള്ള നല്ല മനസ്സില്ലാത്തവരുണ്ട്. എന്തിന്? ഒരു ബൈബിൾ തുറന്നു വായിക്കാൻ പോലും, അല്ലെ? വീട്ടിലിരിക്കുന്ന ബൈബിളൊന്ന് തുറന്നു വായിക്കാൻ പോലും ഉള്ള നല്ല മനസ്സില്ലാത്തവരുണ്ട്. സാക്ഷ്യജീവിതം നയിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് മടിയാണ്, നമുക്ക് ഭയമാണ്, പ്രഘോഷിക്കുവാനായിട്ട് മടിയാണ്. ആട്ടിടയന്മാർ നമുക്ക് നല്ലൊരു പാഠമാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ കാരണമെന്ന് പറയുന്നത്
നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഇടവകയിലുള്ള നമ്മുടെ സജീവ സാന്നിധ്യം തന്നെ ഒരു സാക്ഷ്യ ജീവിതമാണെന്ന് നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ കുടുംബം ഒരു ആരാധനാ സമൂഹമായിട്ട് മാറും. അങ്ങനെ ഒരു ആരാധനാ സമൂഹമാകണമെന്ന ആഗ്രഹത്തോടെ ഒരുമിച്ച് വിളിച്ച ഈശോയേ, നല്ല മനസ്സോടെ വിളിച്ചേ, നമ്മെക്കുറിച്ചുള്ള ദൈവീക പദ്ധതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വിളിച്ചേ, ആരാധിച്ചുകൊണ്ട് വിളിക്കട്ടെ, മഹത്വപ്പെടുത്തിക്കൊണ്ട് വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് അവസരത്തിൽ പുൽക്കൂട്ടിൽ നമ്മുടെയൊക്കെ ശ്രദ്ധ ആഘോഷിക്കുന്ന വ്യക്തികളാണ് പൂജരാജാക്കന്മാരെന്ന് പറയുന്നത്. അവരെ ജ്ഞാനികളെന്നാണ് സുവിശേഷം വിശേഷിപ്പിക്കുന്നത്, പറയുന്നത്. രക്ഷകൻ ജനിച്ച സ്ഥലം അന്വേഷിച്ചിറങ്ങുവാനുള്ള നല്ല മനസ്സുണ്ടായിരുന്നു. അതിനായിട്ട് ദീർഘദൂരം യാത്ര ചെയ്യുവാനായിട്ടുള്ള നല്ല മനസ്സ് അവർക്കുണ്ടായിരുന്നു. ത്യാഗമെടുക്കുവാനുള്ള നല്ല മനസ്സുണ്ടായിരുന്നു. വിലപ്പെട്ട സമ്മാനങ്ങൾ ജനിച്ച ആ രക്ഷകന്റെ പാദത്തിങ്കൽ സമർപ്പിക്കുവാനായിട്ടുള്ള നല്ല മനസ്സുണ്ടായിരുന്നു. സന്തോഷത്തോടെ സമർപ്പിക്കുവാനായിട്ടുള്ള നല്ല മനസ്സുണ്ടായിരുന്നു. അവർ സമർപ്പിച്ച പൊന്നും, അവർ സമർപ്പിച്ച മീറയും, അവർ സമർപ്പിച്ച കുന്തിരിക്കവുമെല്ലാം ദൈവീക പദ്ധതിയുടെ ഭാഗമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പൊന്നും മീറയും കുന്തിരിക്കവുമൊക്കെ ജനിച്ച ഉണ്ണിയേശുവിന്റെ രാജത്വത്തെയും പൗരോഹിത്യത്തെയും അവന്റെ പ്രവാചക ധർമ്മത്തെയും ഓർമ്മപ്പെടുത്തുന്ന വിലപ്പെട്ട സമ്മാനങ്ങളായിരുന്നു. ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു അതൊക്കെ. അല്ലാതെ വെറുതെ രാജകൊട്ടാരത്തിന് മൂലക്കിരിക്കണ കുറച്ച് സ്വർണം കൊണ്ട കൊടുത്തോന്നുമല്ല. അതൊക്കെ ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. യേശുവിനെ പുരോഹിതനും രാജാവും പ്രവാചകനുമായിട്ട് അംഗീകരിക്കുന്നതിന്റെ ഭാഗമായിരുന്നു അത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കൊടുക്കുന്നതിൽ വിമുഖത പ്രദർശിപ്പിക്കുന്നവരാണ്. കരങ്ങൾ കുറുകിപ്പോയവരാണ്. ഇടക്കിടക്ക് നമ്മുടെ കരങ്ങളൊക്കെ എടുത്ത് നോക്കണം, കുറുകിപ്പോയിട്ടുണ്ടോ. മറ്റുള്ളവർ കൊടുക്കുന്നത് സ്വീകരിക്കാനായിട്ട് കരങ്ങൾക്ക് എന്തുണ്ട്? നീളമുണ്ട്. കൊടുക്കുന്ന കാര്യത്തില് നമ്മുടെ കരങ്ങളൊക്കെ കുറുകിപ്പോയി. എന്തുകൊണ്ടാ? മനസ്സ് കുറുകിപ്പോയത് കൊണ്ടാ. നമ്മൾ നല്ലത് സ്വീകരിക്കാനായിട്ട് നല്ല മനസ്സുള്ളതുപോലെ കൊടുക്കുന്ന കാര്യത്തിലും നല്ല മനസ്സുണ്ടാകുക. ദൈവത്തിന്റെ നല്ല മനസ്സാണല്ലോ ഉണ്ണിയേശുവിനെ നമുക്ക് ലഭിച്ചത്. ദൈവത്തിന്റെ കരം കുറുകിപ്പോയതാണോ? അല്ല. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കരങ്ങൾ കുറുകിപ്പോകാതിരിക്കാനായിട്ട് നമ്മൾ മുൻകരുതലെടുക്കുക. നമ്മുടെ മനസ്സൊരിക്കലും കുറുകിപ്പോകാതിരിക്കുക. കൊടുക്കുമ്പോൾ കുറവ് സംഭവിക്കുന്നതിന്റെ വേദനയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്, അല്ലെ? കൊടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞു പോവോ? മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിൽ കരം കുറുകിപ്പോയവരാകാതിരിക്കുക. പൂജരാജാക്കന്മാർ സമർപ്പണ സമൂഹത്തിന്റെ പ്രതിനിധികളാണ്. സമർപ്പിക്കുന്നതിൽ, വിലപ്പെട്ട സമ്മാനങ്ങൾ നൽകുന്നതിൽ, സമർപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയവരാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, സമർപ്പിച്ചാരാധിച്ച് മടങ്ങിയവർക്കാണ് എന്ത് കിട്ടുന്നത്? ഒരു പുതിയ വഴി തെളിഞ്ഞു കിട്ടുന്നത്. ദൈവം അവർക്കായിട്ട് ഒരു ഈശ്വരാനുഭവത്തിന്റെ പുതിയ വഴിയാണ് അവർക്ക് നൽകുന്നത്. ഒരു സമാധാനത്തിന്റെ പുത്തൻ വഴി, ഒരാനന്ദത്തിന്റെ പുത്തൻ വഴി, ആത്മസംതൃപ്തിയുടെ പുത്തൻ വഴികൾ തുറന്നു കിട്ടുന്നത് അപ്പോഴാണ്. നമ്മളൊക്കെ സമർപ്പിക്കുന്ന വ്യക്തികളായി മാറുക, നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, സർവ്വം സമർപ്പിച്ച് ആരാധിക്കുന്നവർക്ക് പുതിയ കാഴ്ചപ്പാടുകൾ ലഭിക്കുന്നു. ജീവിതത്തിന്റെ ഗതികൾ തന്നെ മാറുന്നു. നമ്മൾ ഇത്രയും നാൾ ജീവിച്ച പോലെ ആയിരിക്കുകയില്ല. പിന്നെ നമ്മൾ ജീവിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ. നമ്മളെല്ലാവരും എല്ലാ വർഷവും പിറവി തിരുനാൾ ആഘോഷിക്കാറുണ്ട്. നമ്മൾ പുൽക്കൂടിറക്കാറുണ്ട്, സമ്മാനങ്ങൾ കൈമാറാറുണ്ട്.
അലങ്കാര വസ്തുക്കളൊക്കെ തൂക്കാറുണ്ട്, നക്ഷത്രങ്ങളൊക്കെ തൂക്കാറുണ്ട്, നല്ല ഭക്ഷണങ്ങളൊക്കെ ഒരുക്കാറുണ്ട്. മൊബൈലിലൂടെയും അല്ലാതെയും ഒക്കെ ക്രിസ്മസ് സന്ദേശങ്ങൾ കൈമാറാറുണ്ട്. ഒപ്പം കേക്ക് മുറിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ഹൃദയവും മുറിക്കാറുണ്ട്. ഇല്ലേ? ക്രിസ്മസിന്റെ ഭാഗമാണ് അല്ലെ? ജീവിതശൈലിയായിട്ട് പലപ്പോഴൊക്കെ മാറാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിന് മുറിക്കേണ്ടത് കേക്ക്, അല്ലാതെ മറ്റുള്ളവരുടെ മനസ്സിനെയല്ല നമ്മൾ മുറിക്കേണ്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കേക്ക് മുറിച്ചവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ഇത്രയും പേര് കേക്ക് മുറിച്ചു. ബാക്കിയുള്ളവരൊക്കെ എന്താ മുറിച്ചത്? മുറിക്കാനിരിക്കുന്നതേ ഉള്ളൂ അല്ലെ? ക്രിസ്മസ് ഒന്ന് കഴിഞ്ഞോട്ടെ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഉണ്ണിയേശുവിന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും പ്രീതികരമായ സമ്മാനം എന്താണ്? നമ്മളുടെ നല്ല മനസ്സിനെ കൊടുക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ നല്ല മനസ്സാണ്. ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ സമ്മാനമെന്ന് പറയുന്നത് നമ്മുടെ നല്ല മനസ്സാണ്. നല്ല മനസ്സുള്ളവർക്കാണ് ഉണ്ണിയേശുവിനെ കാണുവാനും ദർശിക്കുവാനും അനുഭവിക്കുവാനുമുള്ള ഭാഗ്യം ലഭിച്ചത്. അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അവർക്കാണ് സമാധാനത്തിന്റെ സ്വർഗീയ സന്ദേശം കേൾക്കുവാനായിട്ട്, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ സദ്വാർത്ത ലഭിക്കുവാനായിട്ട് ഇടവന്നത്. നിന്റെ മനസ്സ് എങ്ങനെയുള്ള മനസ്സാണ്? ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്. നല്ല മനസ്സില്ലാത്തവരെ കുറിച്ചും തിരുവചനം പറയുന്നുണ്ട് അല്ലെ? നല്ല മനസ്സില്ലാത്തവരെ കുറിച്ച്. ഹെറോദേസിന്റെ മനസ്സ് എങ്ങനെയുള്ള മനസ്സായിരുന്നു? ആ ഉണ്ണിയേശുവിനെ വധിക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു മനസ്സായിരുന്നു. യേശുവിനെ കുറിച്ച് അറിഞ്ഞതിന് വേണ്ടിയിട്ടാണ്, അവനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അവൻ ഒരു ക്രൂര മനസ്സിന്റെ ഉടമയായിരുന്നു. അതുപോലെ വചനം പറയുന്ന സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. സത്രക്കാരന്റെ മനസ്സ് എങ്ങനെയുള്ള മനസ്സായിരുന്നു? നല്ല മനസ്സായിരുന്നു, തുറവില്ലാത്ത മനസ്സായിരുന്നു. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്. ദൈവം അവതരിച്ചത് മനുഷ്യരായിട്ടാണ്. വാട്ടർ പ്രൂഫിംഗ് പുതിയ ബിർലാപ്പസ്. ഓഹോ, പറ്റിയില്ലേ അബദ്ധം? സ്ഥിരമടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താകണം? മനുഷ്യരാകുക. ചെറുതാകണ കാര്യം പറഞ്ഞില്ല. ഇതുപോലെ നമ്മൾ മനുഷ്യരായിട്ടില്ല, നമ്മൾ മനുഷ്യരാകുക. ദൈവമാണ് മനുഷ്യനായി പറഞ്ഞ് എങ്ങനെ മനുഷ്യൻ ജീവിക്കുന്ന പോലെ ജീവിക്കണമെന്ന് കാണിച്ചു തന്നത്. അതുപോലെ ദൈവം അവതരിച്ചത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്കും പുതിയ വ്യക്തികളായി ജനിക്കാം. നന്മയുള്ളവരായി, നല്ല മനസ്സുള്ളവരായി നമുക്ക് മാറാം. മറ്റുള്ളവരിലേക്ക് നന്മയുടെ കരം നീളുന്ന വ്യക്തികളായി നമുക്ക് മാറാം. നമ്മൾ നല്ലവരായി മാറുമ്പോൾ, നല്ല മനസ്സിന്റെ ഉടമയായി നല്ലത് പ്രവർത്തിക്കുമ്പോൾ, അവരിലേക്ക് നമ്മുടെ നന്മകൾ എത്തുമ്പോൾ അവരുടെ ജീവിതത്തിലും സമാധാനവും സന്തോഷവും ഒക്കെ സ്ഥിരയാഥാർത്ഥ്യമായിട്ട് മാറും. അങ്ങനെ നമ്മുടെ സൽപ്രവൃത്തികൾ കാണുന്ന മാലാഖമാർ സ്വർഗത്തിലും നമുക്കായിട്ട് മണികൾ മുഴക്കും. നമ്മുടെ സൽപ്രവൃത്തികൾ കണ്ട് ആ മണിമുഴക്കം നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും, എല്ലാ മേഖലകളിലും മാറ്റൊലി കൊള്ളും. ഹല്ലേലൂയാ. ഒരുമിച്ച് പറയാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. നമുക്ക് കണ്ണുകളടക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട ഈ ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ചുള്ള സന്ദേശം നമ്മെ പുതിയ വ്യക്തികളാക്കി മാറ്റട്ടെ, പുതിയ കാഴ്ചപ്പാടുകളുള്ളവരാക്കി നമ്മെ മാറ്റട്ടെ, നല്ല മനസ്സുള്ളവരാക്കി മാറ്റട്ടെ. കരം കുറുകിപ്പോകാതെ നന്മകൾ ചെയ്യുന്ന, മനസ്സ് കുറുകിപ്പോകാതെ നന്മകൾ ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന വ്യക്തികളായി മാറുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം.
നമ്മെ രൂപപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം.